ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്സസ്. സോ നമ്മളിന്ന് സൈക്കോളജി സബ്ജക്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മെമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെമ്മറിയിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം മെമ്മറി, സോ ഇനി അതുപോലെ മോഡൽസ് ഓഫ് മെമ്മറി, സ്റ്റേജസ് ഓഫ് മെമ്മറി, ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് മെമ്മറി ഓർമ്മ എന്ന് പറയും അല്ലേ. സോ മെമ്മറി ഇസ് ദ പവർ ഓഫ് ആൻ ഓർഗാനിസംസ് ടു സ്റ്റോർ ദ ഇൻഫർമേഷൻ ഇൻ മൈൻഡ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇറ്റ് വെൻ നെസസറി. ഇറ്റ് ക്യാൻ ബി കോൾഡ് as the process of maintaining information over time. In psychology, memory is defined as the faculty of encoding, storing or retrieving information. സോ മെമ്മറി എന്ന് പറയുന്നത് ഒരു ജീവിയുടെ ഒരു കഴിവാണല്ലേ. സോ പവറാണ് എന്തിനുള്ളത്? ടു സ്റ്റോർ ഇൻഫർമേഷൻ. നമ്മുടെ മൈൻഡിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പവർ അല്ലെങ്കിൽ ആ കഴിവ്. സോ ഇനി നമ്മളങ്ങനെ അത് സൂക്ഷിച്ച് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം പോരല്ലേ, അത് റീപ്രൊഡ്യൂസ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള സമയത്ത്, നമുക്ക് എപ്പോഴാണോ അതിൻ്റെ ആവശ്യം വരുന്നത് ആ സമയത്ത് അത് നമുക്ക് ആ മെമ്മറിയിൽ നിന്ന് തിരിച്ച് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും വേണം. സോ അങ്ങനെ പറ്റുന്നതിന് അതിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. വെൻ ഇറ്റ് നെസസറി ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ഇൻഫർമേഷൻ ഓവർ ടൈം. സോ സൈക്കോളജിയിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? സോ ഒരു 3 സ്റ്റേജസിലൂടെയാണ് ഈ ഒരു മെമ്മറി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതായത് എൻകോഡിങ്, സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ഇൻഫർമേഷൻ. നമ്മൾ ഒരു ഇൻഫർമേഷൻ എൻകോഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, ആവശ്യമുള്ള സമയത്ത് അതിനെ നമ്മൾ റിട്രീവ് അല്ലെങ്കിൽ റീകോൾ ചെയ്തെടുക്കുന്നു, ആ ഇൻഫർമേഷനെ റീകോൾ ചെയ്ത്. സോ ഇതിനാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. ഇനി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മെമ്മറി. വാട്ട് ഡിഡ് യു ഈറ്റ് ഇൻ ഡിന്നർ യെസ്റ്റർഡേ? വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? സോ ഡു യു നോ ഹൗ ടു ഡ്രൈവ് എ കാർ ഓർ എ സൈക്കിൾ? ഹൗ ഡു യു ഫീൽ വെൻ യു ഗോട്ട് ദ ഹയസ്റ്റ് മാർക്ക് ഇൻ യുവർ സ്കൂൾ? The mental process you used to answer all of this question is known as memory. It refers to the ability to retain information and reproducing it over a period of time when required to perform a cognitive task. So മെമ്മറി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എന്താണ് കഴിച്ചത്, സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർ ഓട്ടിക്കാൻ അറിയാം. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇതിനുള്ള ആൻസർ ഉണ്ടല്ലോ. സോ ഇതെല്ലാം നമ്മൾ എവിടെ നിന്നാണ് ഇതിനുള്ള ആൻസർ എടുക്കുന്നത്? നമ്മുടെ മെൻ്റൽ പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലേ. സോ അതിൽ നിന്നാണ് നമ്മൾ ഇതിനുള്ള ആൻസേഴ്സ് എല്ലാം എടുക്കുന്നത്. സോ അതിനെയാണ് ആ ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ റീകോൾ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ മെമ്മറി അല്ലെങ്കിൽ ഓർമ്മശക്തി എന്ന് പറയുന്നത്. ഇത് ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു റീറ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് റീപ്രൊഡ്യൂസ്. സോ നമ്മുടെ ആ മൈൻഡിൽ ഇൻഫർമേഷൻസിനെ നിലനിർത്താനും അതുപോലെ അത് ആവശ്യമുള്ള കുറേ കാലം നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ മൈൻഡിൽ നിർത്താം. അത് നമ്മൾ ഇനി പറയും ടൈപ്സിൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം മെമ്മറി എന്നൊക്കെ പറഞ്ഞു. സോ ഇനി അത് നമ്മൾ ആവശ്യമുള്ള സമയത്ത് അതിന് എന്ത് ചെയ്യണം, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്ത് അതിന് എന്തെങ്കിലും ഒരു കോഗ്നിറ്റീവ് ടാസ്ക് പെർഫോം ചെയ്യാൻ അതിനെ ഉപയോഗിക്കുന്നു. സോ അതിന് നമുക്ക് മെമ്മറി എന്ന് പറയാം. ഇറ്റ് ഹാസ് ബീൻ കൺസെപ്ച്വലൈസ്ഡ് ആസ് എ പ്രോസസ് കംപ്രൈസ്ഡ് ഓഫ് 3 സ്റ്റേജസ്. സോ ഇനി ഈ ഒരു മെമ്മറി എന്ന് പറയുന്നത് ഇതിന് 3 പ്രോസസ്സിലൂടെയാണ് ഈ ഒരു മെമ്മറി നടക്കുന്നതെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മെമ്മറി നമുക്ക് സൂക്ഷിക്കുന്നതെന്ന് പറയുന്നത്. സോ അത് 3 സ്റ്റേജ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ഇതാണ് 3 സ്റ്റേജ്. സോ ഈ 3 സ്റ്റേജ് ഓർത്ത് വെച്ചിരിക്കുക. സോ ഈ ഒരു സ്റ്റേജും അതിൻ്റെ സീക്വൻസ് ഓർത്ത് വെച്ചിരിക്കുക. ഫസ്റ്റ് സ്റ്റേജാണ് എൻകോഡിങ്, സെക്കൻഡ് സ്റ്റോറേജ്, തേർഡ് വൺ ഈസ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് മെമ്മറിയാണ് റിട്രീവൽ എന്ന് പറയുന്നത്. സോ ഓൾ ഇൻഫർമേഷൻ റിസീവ്ഡ് ബൈ അവർ സെൻസസ് ഗോസ് ത്രൂ ദിസ് സ്റ്റേജസ്. സോ നമ്മൾ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസിന് ഈ 3 പ്രോസസ്സിലൂടെ കടന്നാണ്, ഈ 3 സ്റ്റേജിലൂടെ കടന്നാണ് അതൊരു മെമ്മറി അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത്. സോ ഫസ്റ്റ് പ്രോസസ്സാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സെൻസറി ഇൻഫർമേഷൻ ഇൻ ടു എ ഫോം ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ഫർദർ ബൈ മെമ്മറി സിസ്റ്റം. Encoding is defined as initial learning of information. The information may come to our mind through sensory organ such as sound, image, symbol, etc. Information is converted to a particular form that is suitable for the mind. So encoding എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ്. നമുക്ക് സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. സോ എൻകോഡിംഗ് ആണ് ഫസ്റ്റ് ലേണിങ്, ഇനിഷ്യൽ ലേണിങ്. ഒരു ഇൻഫർമേഷൻ്റെ ആദ്യം നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ആദ്യം അതിനെ റിസീവ് ചെയ്യുന്നതിന് ആ സ്റ്റേജിനാണ് നമ്മൾ എൻകോഡിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്.
ഇനി ഈ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്ന ഈ ഇൻഫർമേഷൻ നമുക്ക് ഏതിലൂടെയാണ് വരുന്നത്? സെൻസ് ഓർഗൻസിലൂടെയാണ്. സെൻസ് ഓർഗൻസിലൂടെ അത് ഏതൊക്കെ രീതിയിൽ വരാം? സൗണ്ടായിട്ട് വരാം, ഇമേജ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടാക്റ്റൈൽ സെൻസേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, ആ രീതിയിൽ ടാക്റ്റൈൽ രീതിയിൽ വരാം. സോ ഇങ്ങനെ പല രീതിയിൽ വരാം. പക്ഷേ പല രീതിയിൽ നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് വരുന്ന ഈ ഇൻഫർമേഷൻസിനെ അത് എന്തായിട്ട് മാറ്റും? നമ്മുടെ മൈൻഡിന് സ്യൂട്ടബിളായിട്ട് പറ്റുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് മാറ്റും. സോ അതാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. ഇൻപുട്ടിങ് സൗണ്ട്സ് ഓർ സ്പോക്കൺ വേർഡ്സ് ഇൻ ടു മെമ്മറി ഈസ് കോൾഡ് അക്കോസ്റ്റിക് മെമ്മറി പ്രോസസ്സിങ്. സോ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട്, ഇൻപുട്ടിങ് സൗണ്ട്, നമ്മളൊരു സൗണ്ട് അകത്തോട്ട് എടുക്കുന്നത്. അതുപോലെ സ്പോക്കൺ വേർഡ്സ് നമ്മുടെ മൈൻഡിലോട്ട് അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് എൻകോഡ് ചെയ്യുന്നു. സോ അതിന് നമ്മൾ പറയുന്നത് സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സംസാരിക്കുന്ന വാക്കുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അതിന് നമ്മൾ അക്കോസ്റ്റിക് മെമ്മറി പ്രോസസ്സിങ് എന്ന് പറയും. ഇൻപുട്ടിങ് സൗണ്ട്, നമ്മൾ അകത്തോട്ട് കേൾക്കുന്ന സൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ, സോ ഇതിൻ്റെ എല്ലാം മെമ്മറിയായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് അക്കോസ്റ്റിക് മെമ്മറി പ്രോസസ്സിങ്. ഇനി വിഷ്വൽസ് മെമ്മറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐക്കോണിക് മെമ്മറി എന്ന് പറയും. ഐക്കോണിക് മെമ്മറി അല്ലെങ്കിൽ വിഷ്വൽ, കണ്ണിലൂടെ അല്ലെങ്കിൽ കാഴ്ചയിലൂടെ നമുക്ക് കിട്ടുന്ന മെമ്മറി. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ അത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും? ഓർത്തിരിക്കുമല്ലേ? സോ അപ്പോൾ അതാണ് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. സോ അതിലൂടെ കിട്ടുന്നതിന് നമ്മൾ വിഷ്വൽ എൻകോഡിങ് എന്ന് പറയും. ഇനി പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഹൗ സം ഇൻപുട്ട് ഫീൽഡ്സ് ഇൻക്ലൂഡിംഗ് ടെക്സ്ചർ, ടെമ്പറേച്ചർ, വൈബ്രേഷൻ ആൻഡ് പെയിൻ ആർ കോൾഡ് ടാക്റ്റൈൽ എൻകോഡ്. സോ ഇപ്പോൾ ടാക്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലൂടെയൊക്കെ കിട്ടുന്നത്, അതായത് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ടെക്സ്ചർ തൊടുമ്പോഴത്തേക്കും ഇത് റഫാണ്, ഇത് സ്മൂത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തില്ലേ? സോ അതുപോലെ വൈബ്രേഷൻസ്, പെയിന്, സോ ഇതിനെല്ലാം നമ്മൾ പറയുന്നത് ടാക്റ്റൈൽ എൻകോഡിംഗ് എന്നാണ്. സോ ഇത് സ്മൂത്താണോ റഫാണോ എന്നൊക്കെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് ടാക്റ്റൈൽ എൻകോഡിംഗ്. സോ സെമാൻറ്റിക് എൻകോഡിംഗ് എന്ന് പറയുന്നത് involve processing the meaning of concept and declarative information. How many players are there in a football team? To answer this you need semantic memory. Semantic encoding എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിക്ലറേറ്റീവ് ഇൻഫർമേഷൻസ് കണ്ടാൽ അതിൻ്റെ മീനിങ് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ സെമാൻറ്റിക് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിൽ എത്ര ആൾക്കാരുണ്ട്, സോ ഇതിന് ആൻസർ നമുക്ക് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? സോ സെമാൻറ്റിക്, ആ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക്, അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഡിക്ലറേറ്റീവ് ഇൻഫർമേഷൻ എന്താണെന്ന് ഉള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കണം. സോ അതിനെയാണ് നമ്മൾ സെമാൻറ്റിക് എൻകോഡിംഗ് എന്ന് പറയുന്നത്. സോ സെമാൻറ്റിക് എൻകോഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻവോൾവ് ദ മീനിങ്, പ്രോസസ്സിങ് ദ മീനിങ്, ഒരു കാര്യത്തിൻ്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കുന്നത്, മീനിങ്, കൺസെപ്റ്റ് ആൻഡ് ഡിക്ലറേറ്റീവ് ഇൻഫർമേഷൻ. സോ ഇതിനെയാണ് സെമാൻറ്റിക് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എൻകോഡിങ് കഴിഞ്ഞു. സോ എൻകോഡിങ്ങിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള അക്കോസ്റ്റിക് മെമ്മറി എൻകോഡിംഗ് ഉണ്ട്. വിഷ്വൽ ആണെങ്കിൽ വിഷ്വൽ സ്റ്റിമുലയിലൂടെ കിട്ടുന്നതാണ് ഐക്കോണിക് മെമ്മറി അല്ലെങ്കിൽ വിഷ്വൽ എൻകോഡിംഗ് എന്ന് പറയും. പിന്നെ ടാക്റ്റൈൽ ആകുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ, പ്രഷർ, സോ ആ രീതിയിലുള്ളത്. സെമാൻറ്റിക് എന്ന് പറയുന്ന ഒരു ഈ പ്രോസസ്സിലൂടെ മീനിങ് അല്ലെങ്കിൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിക്ലറേറ്റീവ് ഇൻഫർമേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. സോ അതിനെയാണ് സെമാൻറ്റിക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്റ്റോറേജ്. ഇൻ ദിസ് സെക്കൻഡ് സ്റ്റേജ് റിസീവ്ഡ് ഇൻഫർമേഷൻ ഫ്രം മെമ്മറി സിസ്റ്റംസ് ആർ സ്റ്റോർഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് എ ലേറ്റർ ടൈം ഓൾസോ. സോ സ്റ്റോറേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് നേരത്തെ എൻകോഡിങ്ങിലൂടെ നമുക്ക് റിസീവ് ചെയ്ത ഇൻഫർമേഷന് നമ്മുടെ മെമ്മറി സിസ്റ്റത്തിലോട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. സോ ഈ സ്റ്റോറേജ് സിസ്റ്റത്തിൽ ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്, അങ്ങനെ പല തരമുണ്ട്. നമ്മൾ ടൈപ്സ് പറയുന്നത് ജസ്റ്റ് പ്രോസസ്സാണ് ഇതിൽ പറഞ്ഞത്. ടൈപ്സിന് നമ്മൾ പറയും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത് എന്താണ്? സ്റ്റോറി, നമുക്ക് കിട്ടിയ ഇൻഫർമേഷന് അവിടെ നമ്മുടെ മെമ്മറി സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. എന്തിനു വേണ്ടിയാണ്? യു ക്യാൻ ബി യൂസ്ഡ് അറ്റ് ലേറ്റർ ടൈം ഓൾസോ. പിന്നീടുള്ള എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മളത് എന്ത് ചെയ്യും? സൂക്ഷിച്ച് വെച്ചിരിക്കും. സോ അതാണ് സ്റ്റോറേജ്. സോ ഇനി അടുത്ത റിട്രീവൽ അല്ലെങ്കിൽ റീകോൾ എന്ന് പറയും. ഇതാണ് മെമ്മറിയിലെ ഫൈനൽ സ്റ്റേജ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് റിട്രീവലാണ്. ഇറ്റ് refers to locating and bringing the stored material information to one's awareness when required to complete a task. However, any issue or hindrance in the completion of any of the stages can lead to memory failure. സോ റിട്രീവൽ സ്റ്റേജിൽ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനെ എന്ത് ചെയ്യും? നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അവെയർനെസ്സിലോട്ട് കൊണ്ടുവരും. നമുക്കറിയാവുന്ന കാര്യം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഓർമ്മയിൽ എന്തുണ്ട്? നമ്മുടെ
മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ ഒരു സൊല്യൂഷന് വേണ്ടി അല്ലെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ നിന്ന് അതിനെ റീകോൾ ചെയ്തെടുത്ത് ഓർമ്മ എടുക്കും, റിട്രീവ് ചെയ്തെടുക്കും. സോ അതിനെയാണ് റിട്രീവൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ റിട്രീവൽ സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഹിൻഡ്രൻസ് ഒക്കെ അതൊക്കെ നമ്മളിനി പറയും, എങ്ങനെ അത് ലോങ് ടേം മെമ്മറിയിലോട്ട് പോകാം, ഷോർട്ട് ടേം മെമ്മറിയിൽ എങ്ങനെ നിലനിർത്താം എന്നുള്ളതൊക്കെ കാര്യം ഇനി അതിൽ പറയും. ഈ റിട്രീവൽ സ്റ്റേജിലാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തെടുക്കുന്നത്, നമ്മുടെ പ്രാക്ടിക്കലിലോട്ട് കൊണ്ടുവരും, നമ്മുടെ അവെയർനെസ് മൈൻഡിലോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൽ നിന്ന് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ തിരിച്ച് എടുക്കുന്നുണ്ട്. സോ അതാണ് റിട്രീവൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് റിക്കവറിങ് ഓർ ലൊക്കേറ്റിംഗ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി. സോ റിട്രീവിങ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് റിക്കവറിങ് ഓർ ലൊക്കേറ്റിംഗ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി. മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്തെടുക്കുന്നു, റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ലൊക്കേറ്റ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ റിട്രീവിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഈ റിട്രീവലാണ് ഫൈനൽ സ്റ്റേജ്, മെമ്മറിയിലെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് റിട്രീവലാണ്. ഇനി ഇതിനെ നമുക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ റീകോൾ എന്ന് പറയാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റീകോളിംഗ് ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ബാക്ക് വെൻ നെസസറി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനെ തിരിച്ച് റീകോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിട്രീവൽ എന്ന് പറയുന്നത്. ദെയർ എക്സിസ്റ്റ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി ഈസ് സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് സീക്വൻഷ്യലി. സോ ഇനി നമുക്ക് ഇത് റിട്രീവ് ചെയ്തെടുക്കുന്നത്, നമ്മൾ തിരിച്ചെടുക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് ഡിഫറൻസ് ഉണ്ട് ഷോർട്ട് ടേം മെമ്മറിയിലും ലോങ് ടേം മെമ്മറിയിലും. ഷോർട്ട് ടേം മെമ്മറി ആണെങ്കിൽ അത് ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, റിട്രീവ് ചെയ്ത് എടുക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഒരു സീക്വൻഷ്യൽ എങ്ങനെ കിട്ടി അല്ലെങ്കിൽ അതിനൊരു ഓർഡർ കാണും ഷോർട്ട് ടേം മെമ്മറിയിൽ. പക്ഷേ ഇനി നമ്മൾ ലോങ് ടേം മെമ്മറിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ അതിനെ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നത് അസോസിയേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യും. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, എന്ത് ചെയ്യും, ഒരു അസോസിയേഷനിലൂടെ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കും. ഞാൻ മുമ്പ് എപ്പോഴും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ട ഒബ്ജക്റ്റിനെ അസോസിയേറ്റ് ചെയ്തെടുക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറിയിലൂടെ റിട്രീവ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഷോർട്ട് ടേം മെമ്മറിയിലാകുമ്പോഴത്തേക്ക് അതിനൊരു സീക്വൻഷ്യൽ ഓർഡറിലൂടെ ആയിരിക്കും അതിന് നമ്മൾ എടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ടായിരിക്കും റിട്രീവ് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മോഡൽസ് മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഷോർട്ട് ടേം മെമ്മറി 3 തരം മെമ്മറി ഉണ്ട്. മൂന്ന് തരം ടൈപ്സ് കുറേ ഉണ്ട്, അതൊക്കെ നമ്മൾ പറയാം. മെയിനായിട്ട് നമുക്ക് ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി ആൻഡ് സെൻസറി മെമ്മറി, ഈ 3 മെമ്മറീസാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതിന് മുമ്പായിട്ട് നമുക്കിത് BA സൈക്കോളജി ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റാണ്. മോഡൽസ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് 3 മോഡലാണ് കൊടുത്തിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് മോഡലാണ് ട്രഡീഷണൽ മോഡൽ ഓഫ് മെമ്മറി. ഇത് ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ്റെ 1968 പ്രപ്പോസ് ചെയ്തൊരു മോഡലാണ്. സോ ജസ്റ്റ് ഈ മോഡൽ എന്താണ്, അതിലെന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. സോ അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ അനുസരിച്ച് ഇതിന് മറ്റു പേരാണ് മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡലിന് മറ്റൊരു പേരാണ് സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി എന്നല്ലെങ്കിൽ മൊഡാൽ മോഡൽ എന്നറിയപ്പെടുന്നതും അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ്റെ മോഡലാണ്. സോ അത് ട്രഡീഷണൽ മോഡൽ ഓഫ് മെമ്മറി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ദിസ് മോഡൽ ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വർക്കിംഗ് ഓഫ് ദ കമ്പ്യൂട്ടർ. സോ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന മോഡൽ ഓഫ് മെമ്മറിയാണ്, മോഡൽ മെമ്മറി ആണ് ഈ അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ്റെ മോഡൽ, അതായത് മൊഡാൽ മോഡൽ. സോ കമ്പ്യൂട്ടർ വർക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന മോഡൽ ഓഫ് മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ്റെ മൊഡാൽ മോഡൽ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് മോഡൽ ഓഫ് മെമ്മറി. സോ ഇതാണ്. ഇനി ഇഫ് യു എവർ ഹാഡ് യൂസ്ഡ് കമ്പ്യൂട്ടർ യു മസ്റ്റ് ബി അവെയർ ഓഫ് 2 ടൈപ്സ് ഓഫ് മെമ്മറി യൂസ്ഡ് ബൈ ഇറ്റ്. സോ നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അല്ലേ, കമ്പ്യൂട്ടറിൽ 2 തരം മെമ്മറീസ് നമ്മൾ പറയുന്നുണ്ട്. റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും, or memory available in the computer in the form of hard drive. So കമ്പ്യൂട്ടറിൽ ഉള്ള മെമ്മറിയെ നമ്മൾ ഹാർഡ് ഡ്രൈവ് എന്നും പറയും. ഈ റാം എന്ന് പറയുന്നത് മെമ്മറി ദാറ്റ് യു യൂസ് വൈൽ പെർഫോമിങ് എ ടാസ്ക് അറ്റ് ഹാൻഡ്, whereas ROM is that part of memory where you can save all type of file as it has a vast storage capacity. So കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്
രണ്ട് തരം മെമ്മറിയാണ് പറയുന്നത്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി. സോ അതിനെയാണ് റാം എന്ന് പറയുന്നത്. റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറേജിന് യൂസ് ചെയ്യാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒരുപാട് കാലത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. റോം റീഡ് ഓൺലി മെമ്മറി. സോ അതുപോലെ നമുക്കും മെമ്മറി ഉണ്ടെന്നാണ് ഈ ഒരു മോഡലിലൂടെ പറയുന്നത്. അതിന് നമ്മൾ ഷോർട്ട് ടേം ആൻഡ് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം മെമ്മറി എന്നാണ് ഈ ഒരു അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ്റെ മോഡൽ എന്ന് പറയുന്ന മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു തിയറിയിൽ പറയുന്നത്. Atkinson and Shiffrin equated working of human memory to the working of computer. They proposed that similar to computer, we also possess different forms of memory system described as follow. So കമ്പ്യൂട്ടറിലതുപോലെ തന്നെ നമുക്കൊരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള റീഡ് ഓൺലി മെമ്മറി, സോ അതുപോലത്തെ ഒരു മെമ്മറിയും അതുപോലെ തന്നെ ഒരുപാട് കാലം കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു മെമ്മറി, അത് റീഡ് ഓൺലി മെമ്മറി പോലെ. സോ അതുപോലെ മനുഷ്യർക്കും മെമ്മറിയിൽ 3 തരം മെമ്മറീസ് ഉണ്ടെന്നാണ് ഈ ഒരു അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ്റെ മോഡലിനനുസരിച്ച് പറയുന്നത്. സോ അതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഫസ്റ്റ് വണ്ണാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. In this representation of sensory information is stored from a very brief period of time. സെൻസറി മെമ്മറിയിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ കുറച്ച് സമയത്തേക്ക് ഒരു ബ്രീഫായിട്ടുള്ള ഒരു പീരീഡിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഷോർട്ടസ്റ്റ് ടേം എലമെൻറ്റ് ഓഫ് മെമ്മറി ഓഫ് സ്പാൻ ഓഫ് ലെസ് ദാൻ 1 സെക്കൻഡ് ആണ്. സോ ഈ ഒരു എലമെൻറ്റ് മെമ്മറി സ്പാൻ എന്ന് പറയുന്നത് ഒരു 1 സെക്കൻഡിൽ താഴെയായിരിക്കും ഈ ഒരു സെൻസറി മെമ്മറിയിലൂടെ ഉള്ളത്. It is the ability to retain the impression of sensory information after the original stimulus has ended. The information stored in sensory memory can be transmitted to short-term memory. സെൻസറി മെമ്മറീസിലൂടെ നമുക്ക് എങ്ങനെയാണ് സ്റ്റിമുലസ് ആയിട്ടാണല്ലേ കിട്ടുന്നത്. നമ്മൾ സെൻസ് ഓർഗൻസിലൂടെ റിസീവ് ചെയ്യുന്നത് ഈ ഇൻഫർമേഷനെ, സെൻസറി ഇൻഫർമേഷൻ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് അതിനെ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി അപ്പോൾ അടുത്ത് എന്താണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയാം. ദിസ് സിസ്റ്റം ഓൾസോ ഹോൾഡ് ഇൻഫർമേഷൻ ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. സ്റ്റഡീസ് ഹാവ് സജസ്റ്റഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ഹോൾഡ് ഇൻഫർമേഷൻ ഫോർ അപ് ടു 30 seconds. Tasks such as dialing a phone number manually or writing in a dictation. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറി, അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി എന്ന് പറയും. അപ്പോൾ ഇത് അല്ലെങ്കിൽ ആക്റ്റീവ് മെമ്മറി, അതായത് നമുക്ക് കുറച്ച് കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, അത് ഓർത്ത് വെച്ച്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് നമുക്കൊരു പെട്ടെന്നൊരു നമ്പർ ഡയൽ ചെയ്യാൻ പറയണം. അപ്പം എഴുതാൻ സ്ഥലമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ആ നമ്പർ ഇത്രയും കാണാതെ ഇങ്ങനെ പഠിച്ചു. സോ അപ്പോൾ അതെവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഷോർട്ട് ടേം മെമ്മറിയിലാണ്. സോ അത് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ അതുപോലെ ഡിക്റ്റേഷൻ പറയുന്നത്, കൊച്ചുകുട്ടികളെ ആണെങ്കിൽ അവർക്ക് സ്കൂളിൽ ഡിക്റ്റേഷൻ പറയും. സോ അപ്പോൾ അവരവിടെ എന്ത് ചെയ്യും, അതിങ്ങനെ ഷോർട്ട് ടേം മെമ്മറിയിൽ അവർ ഇത് പഠിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കും. സോ ഇനി ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് പിന്നെ പെർമനൻ്റ് ആക്കണമെങ്കിൽ അത് ഒരുപാട് പ്രോസസ്സിലൂടെയാണ് അത് ലോങ് ടേം മെമ്മറിയിലോട്ട് പോകുന്നത്. സോ അപ്പം ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് മെമ്മറിയാണ്. കുറച്ച് കാലം എന്ത് ചെയ്യും, 30 സെക്കൻഡിൽ ഇൻഫർമേഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇനി ലോങ് ടേം മെമ്മറി, നമ്മുടെ ഈ മോഡലിലുള്ള ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി എന്താണെന്നുള്ളതേ പറയുന്നുള്ളൂ. ഇനി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയും. ഇനി അടുത്ത ലോങ് ടേം മെമ്മറി, ഇറ്റ് ഹാസ് ബീൻ കൺസിഡേർഡ് ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ കൈൻഡ് ഓഫ് മെമ്മറീസ്. യു ക്യാൻ റിമെമ്പർ തിങ്സ് ഫ്രം ലാസ്റ്റ് ഈവനിങ് ടു സിൻസ് യുവർ ചൈൽഡ്ഹുഡ് ഡ്യൂ ടു ദിസ് സിസ്റ്റം ഓഫ് മെമ്മറി. സോ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മെമ്മറീസും, നമ്മുടെ എല്ലാ ഓർമ്മകളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോർ ഹൗസാണ് ഈ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കുഞ്ഞിലെ തൊട്ടുള്ള ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങൾ തൊട്ട് ലാസ്റ്റ് വീക്ക് നടന്ന കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് അവിടെ എന്താണ്, ഓർമ്മ കാണും. സോ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറിയാണ് നമ്മൾ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. How does information move from one memory system to another? According to Atkinson and Shiffrin, only that information which can grab our attention will move from sensory memory to STM. ഇനി എങ്ങനെയായിരിക്കും ഒരു മെമ്മറി സിസ്റ്റത്തിലൂടെ ഇതിങ്ങനെ ലോങ് ടേമിലോട്ട് എത്തുന്നത്? എല്ലാ മെമ്മറീസും നമുക്കുണ്ടോ? കുഞ്ഞിലുള്ള എല്ലാ മെമ്മറീസും നമുക്കില്ല അല്ലേ? നമുക്ക് ഏറ്റവും അറ്റൻഷൻ തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെ
ഇമോഷനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ലേ നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ഉള്ളത്. സോ അതിനി എങ്ങനെയായിരിക്കും അത് സെൻസറി മെമ്മറിയിൽ നിന്ന് അത് ഷോർട്ട് ടേമിലോട്ട് വന്ന് ഷോർട്ട് ടേമിൽ നിന്ന് അത് എങ്ങനെയായിരിക്കും ലോങ് ടേമിലോട്ട് എത്തുന്നത്? സോ ദ ഇൻഫർമേഷൻ വിച്ച് ക്യാൻ ഗ്രാബ് അവർ അറ്റൻഷൻ. സോ നമ്മുടെ അറ്റൻഷൻ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്കതിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ അറ്റൻഷൻ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും? സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് പോകും. Whereas information from short-term memory can also only be moved to long-term memory through elaborative rehearsal, thinking in terms of the meaning of information and relating it to already existing information in long-term memory. So ഇനി ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് ലോങ് ടേം മെമ്മറിയിലോട്ട് പോകുക എന്ന് പറയുന്നൊരു വലിയൊരു പ്രോസസ്സാണല്ലേ. സോ അത് അവിടെ എന്തൊക്കെ വേണം? നല്ല രീതിയിൽ ഇലാബറേറ്റ് ആയിട്ടുള്ള റിഹേഴ്സൽ വേണം, അതുപോലെ ഒരു അസോസിയേഷൻ വേണം. അപ്പം എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമുക്കതിനെ റിലേറ്റ് ചെയ്യണമെന്ന് തോന്നണം, എന്നാലേ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് അതിനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നീട് നമ്മളത് കാണുമ്പോൾ അതിനെ എന്ത് ചെയ്യും? നമ്മൾ അസോസിയേറ്റ് ചെയ്ത് എടുക്കും. സോ അപ്പോൾ ലോങ് ടേം മെമ്മറിയിലോട്ട് പോകുന്നത് സോ അങ്ങനെ റിഹേഴ്സലിലൂടെ, അതുപോലെ മീനിങ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ കിട്ടണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ അത് ലോങ് ടേം മെമ്മറിയിലോട്ട് പോകൂ. ഇനി അടുത്ത മോഡലാണ്, ഇപ്പം നമ്മൾ അറ്റ്കിൻസൻ്റെ മോഡലാണെന്ന് പറഞ്ഞത്. ഇനി അടുത്തത് ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡലാണ്. ഇത് ക്രെയ്ഗ് ആൻഡ് ടെൽവിങ്ങിൻ്റെ 1975 മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡലാണ്. ദിസ് മോഡൽ റിഫ്യൂട്ട് ദ ക്ലെയിം ഓഫ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ ദാറ്റ്സ് മെമ്മറി കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സബ് സിസ്റ്റം. സോ ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ ക്രെയ്ഗ് ആൻഡ് ടെൽവിങ്ങിൻ്റെ ആണ്. സോ ഇവിടെ എന്ന് പറയുന്നത് ഓരോന്നും പ്രോസസ്സ് ചെയ്യാൻ ഓരോ ലെവൽസ്, ഓരോ തലങ്ങളുണ്ട് എന്നാണ് ഈ ഒരു മോഡലിലൂടെ പറയുന്നത്. സോ അത് 3 തലങ്ങളാണ് പറയുന്നത്. സോ അത് ഫിസിക്കൽ ഓർ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് ആണ്, അതായത് എൻകോഡിങ് ഓഫ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫിസിക്കൽ അട്രിബ്യൂട്ട്സ്. സോ ഒരു ഇൻഫർമേഷനെ അതിൻ്റെ ഫിസിക്കലി എങ്ങനെയാണോ അത് നോക്കിയിട്ട് എൻകോഡ് നമ്മൾ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നു. സോ ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് അവരെങ്ങനെയാണെന്ന് നമ്മൾ പറയും ഹൈറ്റ് കൂടി അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞു. സോ അങ്ങനെ നമ്മൾ ഫിസിക്കൽ അട്രിബ്യൂഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നു, ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിൾ ഏത് കളറാണ്, അല്ലെങ്കിൽ ഓറഞ്ച് ഏത്, ആപ്പിൾ റെഡ് കളർ അല്ലെങ്കിൽ ഓറഞ്ചിന് ഓറഞ്ച് കളർ. സോ അങ്ങനെ അതിൻ്റെ ഫിസിക്കൽ അട്രിബ്യൂട്ട്സ് നോക്കി നമ്മളത് ഇൻഫർമേഷനെ എൻകോഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്നാണ് ക്രെയ്ഗ് ആൻഡ് ടെൽവിങ് പറയുന്നത് ലെവൽ ഓഫ് പ്രോസസ്സിങ്ങിൽ. അപ്പോൾ ഫിസിക്കൽ ഓർ സ്ട്രക്ചറൽ പ്രോസസ്സിങ് ഫിസിക്കൽ അട്രിബ്യൂട്ട്സിനെ നോക്കിയായിരിക്കും. സെക്കൻഡ് ഈസ് ഫോണോളജിക്കൽ പ്രോസസ്സിംഗ് ആണ്. ഫോണോളജിക്കൽ പ്രോസസ്സിംഗ് എൻകോഡിങ് ബേസ്ഡ് ഓൺ ഹൗ ഇറ്റ് സൗണ്ട് സച്ച് എറ്റ് ഹാറ്റ് റൈംസ് വിത്ത് ക്യാറ്റ്. സോ ഫോണോളജിക്കൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ സൗണ്ട്, ആ ലാംഗ്വേജ്, സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതാണ് ഫോണോളജിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സൗണ്ട് ഹാറ്റ് എന്തുമായിട്ട് റൈം ചെയ്ത്? ഹാറ്റ് ക്യാറ്റുമായിട്ട് റൈം ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇപ്പം ഫോണോളജി നമ്മൾ സംസാരത്തിൻ്റെ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്രോസസ്സ് ചെയ്യും. ഹാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്യാറ്റ് എന്ത് ചെയ്യും? ക്യാറ്റ് സോ റൈം ചെയ്ത് വരുന്നതൊക്കെ തോന്നും. സോ അപ്പോൾ ഇവിടെ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിരുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി ബേസിക് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ ലാംഗ്വേജസിലെ ബേസിക് യൂണിറ്റ് ഓഫ് സൗണ്ടിനെ നമ്മൾ പറയുന്നത് ഫോണംസ് എന്നാണ്. PHONEMES. സോ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബേസിക് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫോണംസ് എന്നാണ്. ഇനി സ്റ്റഡി ഓഫ് ബേസിക് സൗണ്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എനി ലാംഗ്വേജ് ഫ്രം. സോ ഒരു ലാംഗ്വേജ് ഏത് സൗണ്ടിൽ നിന്നാണ് വരുന്നതെന്ന് ഉള്ള അതിൻ്റെ പഠനത്തിൻ്റെ പഠിക്കുന്നതിനെയാണ് നമ്മൾ ആ പഠനശാഖയെ പറയുന്ന പേരാണ് ഫോണോളജി എന്ന്. സോ ഇത് രണ്ടും തിരിഞ്ഞു വരുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ ലാംഗ്വേജസിൽ വരുന്ന സൗണ്ടിൻ്റെ ബേസിക് യൂണിറ്റ് പഠിക്കുന്നതിന് നമ്മൾ ഫോണംസ് എന്നും പറയും. അതിൻ്റെ പഠനത്തിന് നമ്മൾ പറയുന്നത് ഫോണോളജി എന്നുമാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടുമായിരുന്നു പ്രീവിയസ് ഇയർ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ലെവൽ ഓഫ് പ്രോസസ്സിങ്ങിൽ തേർഡ് സെമാൻറ്റിക് പ്രോസസ്സിംഗ് ആണ്. എൻകോഡിങ് ഡൺ ബേസ്ഡ് ഓൺ ഇറ്റ്സ് മീനിങ് ഓർ കൺസെപ്റ്റ്. സോ സെമാൻറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ എങ്ങനെ എൻകോഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അർത്ഥം, ആ കൺസെപ്റ്റിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എടുക്കുന്നു. സോ അതിനാണ് നമ്മൾ സെമാൻറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്.
Studies on this model have suggested that deeper the level of processing, the higher will be its probability to retrieve successfully. സോ ഈ ഒരു സ്റ്റഡീസിലൂടെ പറയുന്നത് നമ്മൾ ഓരോ ലെവലിൽ ഈ ഓരോ 3 ലെവലിൽ പറഞ്ഞില്ലേ, സോ ആ ഓരോ ലെവലിലും നമ്മൾ ഡീപ്പറായിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് എത്രത്തോളം നമ്മുടെ മൈൻഡിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം മൈൻഡിൽ നിൽക്കും, അത് റിട്രീവ് ചെയ്താലും എളുപ്പമായിരിക്കും. നമ്മൾ ഇപ്പോൾ കുട്ടികളടുത്ത് പറഞ്ഞിട്ടില്ലേ, ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പഠിച്ചാൽ അത് ഒരുപാട് കാലം എന്ത് ചെയ്യും, മൈൻഡിൽ നിൽക്കും. സോ അതാണ് അതിൻ്റെ ഡീപ്പറായിട്ട് നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിട്ട് പഠിച്ച് എടുത്താൽ അത് ഒരുപാട് കാലം നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. ഇതാണ് ലെവൽ ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മോഡലാണ് ഇൻ്റഗ്രേറ്റീവ് മോഡൽ അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഷോർട്ട് ടേം മെമ്മറി പ്രൊപ്പോണ്ടഡ് ബൈ അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻസ് ആർ വെരി നാരോ. ദേ കൺസിഡേർഡ് ഷോർട്ട് ടേം മെമ്മറി ഓൺലി ആസ് എ ഷോർട്ട് ടേം മെമ്മറി സ്റ്റോർ ഹൗസ്, ബട്ട് ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഡിസപ്രൂവ്ഡ്. Latest studies suggested that short-term memory in nature that is work not just as a storehouse of information but also responsible for manipulation of incoming information for the completion of a cognitive task. So ഇത് ഈ ഒരു കൺസെപ്റ്റ് വന്നതെന്ന് വെച്ചാൽ അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ്റെ ഒരു ഇതനുസരിച്ച് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു സ്റ്റോർ ഹൗസ്, ഒരു കുറച്ച് കാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ കുറേ സംഭവം സൂക്ഷിച്ച് വയ്ക്കാം, അങ്ങനെ ഒരു നാരോ കോൺസെപ്റ്റായിരുന്നു ഷോർട്ട് ടേം മെമ്മറിയെക്കുറിച്ച്. പക്ഷേ ഇതിൽ പറയുന്നത് എന്താണ്, ഇൻ്റഗ്രേറ്റീവ് മോഡൽ എന്ന് പറഞ്ഞാൽ ബെഡലീസിൻ്റെ ആണ്. സതിനിമ പറയും. സോ ബെഡലി ആൻഡ് ഹിച്ച് ആണ്. സോ ഇവരുടെ ഇതിൽ വെച്ച് പറയുമ്പോൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡൈനാമിക്കാണ്. ഈ ഒരു ഇത് ജസ്റ്റ് ഒരു സ്റ്റോർ ഹൗസ് മാത്രമല്ല, ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്ത് പുതിയ ഏതെങ്കിലും ഒരു കോഗ്നിറ്റീവ് ടാസ്കിലോട്ട് അതിനെ കൊണ്ടുവരാമെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻ്റഗ്രേറ്റീവ് മോഡൽ ഓഫ് ബെഡലി ആൻഡ് ഹിച്ച് മോഡലിൽ പറയുന്നത്. ഇനി ബെഡലി മോഡൽ ഓഫ് വർക്കിംഗ് മെമ്മറി. ഇവിടെ വർക്കിംഗ് മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടേം മെമ്മറിയാണ്. സോ ഈ ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറിയിൽ 4 കമ്പോണൻസ് ഉണ്ടെന്നാണ് ഈ ഒരു ബെഡലി മോഡലിൽ പറയുന്നത്. ദ സെൻട്രൽ എക്സിക്യൂട്ടീവ്, ദ ഫോണോളജിക്കൽ ലൂപ്പ്, ദ വിഷ്വോ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ആൻഡ് എപ്പിസോഡിക് ബഫർ. സോ ഇതാണ് 4 സ്റ്റേജസ്, 4 കമ്പോണൻസ് എന്ന് പറയുന്നത്. വർക്കിംഗ് മെമ്മറിയിലെ 4 കമ്പോണൻസ് എന്ന് ഈ ഒരു ബെഡലീസ് മോഡൽ ഓഫ് വർക്കിംഗ് മെമ്മറിയിൽ പറയുന്നത്. അതായത് ഷോർട്ട് ടേം മെമ്മറിയെ കുറിച്ചുള്ള കാര്യം പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ് വർക്ക് ആസ് ആൻ എക്സിക്യൂട്ടീവ് ഇൻ അവർ വർക്കിംഗ് മെമ്മറി. സോ ഇതിൻ്റെ നെയിം പറയുന്നത് പോലെ തന്നെ ഇതെന്താണ്, നമ്മുടെ വർക്കിംഗ് മെമ്മറി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ജോലിയാണ് ഇത് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുന്നത്, ഇറ്റ് കോർഡിനേറ്റ് ആൻഡ് റെഗുലേറ്റ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻ. സോ ഇത് എന്ത് ചെയ്യാണ്, എല്ലാ ആക്ഷൻസ് നമ്മുടെ എല്ലാ മെമ്മറിയിലുള്ള എല്ലാ ഓപ്പറേഷൻസിനെയും കോർഡിനേറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കുക. cognitive operation between subordinate systems, namely phonological loop, visual spatial and episodic buffer. So ബാക്കി മൂന്ന് സ്റ്റേജസ് ഉണ്ട്, 3 കമ്പോണൻസ് ഉണ്ടല്ലോ, ഫോണോളജിക്കൽ ലൂപ്പ്, വിഷ്വൽ സ്പേഷ്യൽ, എപ്പിസോഡിക് ബഫർ. സോ ഈ 3 കമ്പോണൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്ത് കൊടുക്കും, കോർഡിനേറ്റ് ചെയ്ത് റെഗുലേറ്റ്. വിഷ്വലാണോ അല്ലെങ്കിൽ ഇത് ഫിസിക്കലാണോ അല്ലെങ്കിൽ ഇത് എപ്പിസോഡിക് ബഫറാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് ഒരു കോഗ്നിറ്റീവ് ഓപ്പറേഷൻ നടത്തും ഇതിനിടയിൽ. സോ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അടുത്ത ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്നത് ഇസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറിങ് വെർബൽ ആൻഡ് ഓഡിറ്ററി ഇൻഫർമേഷൻ. സോ ഫോണോളജിക്കൽ ലൂപ്പിൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ തന്നെ വെർബൽ അല്ലെങ്കിൽ ഓഡിറ്ററി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ കാരണമാകുന്ന ഭാഗം ഫോണോളജിക്കൽ ലൂപ്പാണ്. വെർബൽ നമുക്ക് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കേട്ട് പഠിച്ച് വെക്കാറില്ലേ. സോ അതേ കണക്ക് വെർബൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് ചെവിയിലൂടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഷോർട്ട് ടേം മെമ്മറിയിലെ കമ്പോണൻ്റ് ആണ് ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്നത്. ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ ഫോണോളജിക്കൽ ലൂപ്പ് വിൽ ഡീകേ വിത്തിൻ 2 seconds. സോ നമ്മൾ കേൾക്കുന്ന കാര്യം എന്ത് ചെയ്യും,
നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ 2 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് എന്ത് ചെയ്യും, നമുക്കത് മറന്നു പോകും, ഡീക്കേ ചെയ്ത് പോകും. അൺലെസ് ഇറ്റ് ഈസ് നോട്ട് റിഹേഴ്സ്. നമ്മൾ റിഹേഴ്സ് ചെയ്തില്ലെങ്കിൽ, വീണ്ടും വീണ്ടും കേട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും തിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യം എന്ത് ചെയ്തു പോകും, മറന്നു പോകും, ഡീക്കേ ചെയ്ത് പോകും. സോ അതാണ് ഫൊണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2 കമ്പോണൻസ് ഉണ്ട്. അതായത് ഫൊണോളജിക്കൽ സ്റ്റോറും ഉണ്ട്, ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സും ഉണ്ട്. സോ ഫൊണോളജിക്കൽ സ്റ്റോർ എന്ന് പറയുന്നത് വിച്ച് സ്റ്റോർ ഇൻഫർമേഷൻ ഫോർ ഫ്യൂ സെക്കൻഡ്, കുറച്ച് സെക്കൻഡിലേക്ക് നമ്മൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, സൂക്ഷിച്ച് വെക്കുന്നതിനാണ് നമ്മൾ ഫൊണോളജിക്കൽ സ്റ്റോർ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സ് ഉണ്ട്, റെസ്പോൺസിബിൾ ഫോർ റിഹേഴ്സിങ് ദ ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു കീപ് ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ഫൊണോളജിക്കൽ സ്റ്റോർ ഫ്രം ഡീക്കേയിങ്. സോ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫൊണോളജിക്കൽ സ്റ്റോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യും, റിഹേഴ്സ് ചെയ്യും, ഒന്നും കൂടെ റിഹേഴ്സ് ചെയ്ത് ഒരു സ്റ്റോറിൽ ഇത് നമുക്ക് പെട്ടെന്ന് മറന്നു പോവാതിരിക്കാൻ വേണ്ടി അതിനെ ഒന്ന് റിഹേഴ്സ് ചെയ്യും. നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിനെ ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സിലൂടെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്തൻ ആക്കി വയ്ക്കും. അതായത് ഡീക്കേ ചെയ്ത് പോവാതിരിക്കുക, അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടി അതിനെ ഒന്നും കൂടെ ചെയ്യും. ഫോർ ഇൻസ്റ്റൻസ്, ട്രൈങ് ടു റിമെമ്പർ എ ഫോൺ നമ്പർ യു ഹാവ് ബീൻ ജസ്റ്റ് ടോൾഡ് ബൈ യുവർ ഫ്രണ്ട് ഇൻവോൾവ് ദ ഫൊണോളജിക്കൽ. സോ ചില കാര്യം നമ്മളിപ്പോൾ ഒരു ഫോൺ നമ്മൾ ഓർത്ത് വെച്ചാൽ നമ്മൾ മറന്നു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, മറ്റേ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാം ഈ നമ്പറാണ്, ഇങ്ങനെ ഈ നമ്പർ എന്ന് മറ്റൊരാടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യും, ഒരു യു ഹാവ് ബീൻ ജസ്റ്റ് ടോൾഡ് ബൈ യുവർ ഫ്രണ്ട്, അത് നമ്മൾ ഓർത്ത് വെച്ച് അത് മറന്നു പോകാതെ അത് ഓർത്ത് വെച്ചിരിക്കും. നമ്മുടേതായ രീതിയിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, മറന്നു പോകാതെ സൂക്ഷിച്ച് വയ്ക്കും. അതിനെയാണ് നമ്മൾ ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറയുന്നത് കീപ്സ് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻഫർമേഷൻ സ്റ്റോർഡ്. ഫോർ ഇൻസ്റ്റൻസ്, ദ മെൻ്റൽ പിക്ചർ ദാറ്റ് കംസ് അപ്പ് ഇൻ യുവർ മൈൻഡ് വൈൽ ലിസണിങ് ടു എ സ്റ്റോറി ഓർ സോൾവിങ് എ പസിൽ ഇൻവോൾവ് യൂസിങ് യുവർ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. സോ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ണിലൂടെ അല്ലെങ്കിൽ സ്പേഷ്യൽ കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് നമ്മളൊരു കഥ വായിക്കുകയാണെന്ന് വിചാരിച്ചു. സോ കഥ വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള കഥാപാത്രങ്ങളും ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓടുമല്ലേ. സോ ഇങ്ങനെ കഥകൾ, ഓരോ കഥ ഇങ്ങനെ സിനിമയുടെ കഥ ഒരാൾ പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ വായിക്കുകയാണ്. സോ നമ്മുടെ മൈൻഡിൽ എവിടെയാണ് പോകുന്നത്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിലാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. സോ ആ ഏരിയയാണ് നമ്മൾ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. നമ്മൾ കണ്ണിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പേഷ്യൽ രീതിയിൽ സ്കെച്ച്. അതല്ലെങ്കിൽ നമ്മൾ പസിൽസ് സോൾവ് ചെയ്യാറില്ല, ജിക്സോ പോലുള്ള പസിൽസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സ്പേഷ്യൽ ഒരു എബിലിറ്റിയിലൂടെയാണ് ചെയ്യുന്നത്. സോ അതിനാണ് നമ്മൾ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. മെൻ്റൽ പിക്ചർ, മെൻ്റലി നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒന്ന് പിക്ചർ ചെയ്യാമെന്ന്, മെൻ്റലി നമ്മൾ വിഷ്വലി നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ മെൻ്റലി നമ്മൾ കാണാൻ ശ്രമിക്കും. അതാണ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. നമ്മൾ ആർക്കിടെക്ചേഴ്സൊക്കെ പിക്ചേഴ്സ് വരയ്ക്കത്തില്ലേ. സോ അതൊക്കെ എന്താണ്, ഒരു വിഷ്വൽ സ്പേഷ്യൽ എബിലിറ്റിയാണ് അതൊക്കെ. ലാസ്റ്റ് വൺ ആണ് എപ്പിസോഡിക് ബഫർ ഇസ് റെസ്പോൺസിബിൾ ഫോർ കമ്പൈനിങ് ഇൻഫർമേഷൻ ഫ്രം ദ ഫൊണോളജിക്കൽ ലൂപ്പ്, വിഷ്വൽ സ്പേഷ്യൽ ആൻഡ് ലോങ് ടേം മെമ്മറി ഫോർ ജനറേറ്റിംഗ് എ യൂണിറ്ററി എപ്പിസോഡിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ. ദസ് ദിസ് കമ്പോണൻറ്റ് ഹെൽപ്പ് us ഇൻ മേക്കിംഗ് എ സെൻസ് ഓഫ് റിസീവ്ഡ് ഇൻഫർമേഷൻ. സോ ഇനി അടുത്ത ലാസ്റ്റാണ് എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്നത്. ഈ എപ്പിസോഡിക് ബഫറാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ഇൻഫർമേഷൻസിനെയും കമ്പൈൻ ചെയ്ത് അത് ഒന്നിച്ച് ഒരു ഫോമായിട്ട് ലോങ് ടേം മെമ്മറിയിലോട്ട് കൊടുക്കുന്നത്. ഒരു യൂണിറ്ററി എപ്പിസോഡിക് റെപ്രസെൻറ്റേഷൻ, ഇൻഫർമേഷൻ്റെ മൊത്തത്തിൽ ഉള്ള ഓവറോൾ കാര്യം അത് ലോങ് ടേം മെമ്മറിയിലോട്ട് കൊടുക്കുന്നത്. അപ്പം എപ്പിസോഡിക് ബഫർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൊണോളജിക്കൽ അല്ലെങ്കിൽ വിഷ്വൽ സ്പേഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോങ് ടേം മെമ്മറിയിലോട്ട് കൊടുത്ത് ഒരു എപ്പിസോഡ് കാണുന്ന രീതിയിൽ നമുക്കിതെല്ലാം കാണാൻ സഹായിക്കുന്നതാണ് എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. മോഡൽസ് 3 മോഡൽസ് നമ്മൾ പറഞ്ഞു. മോഡൽ, പിന്നെ ലെവൽ ഓഫ് പ്രോസസ്സിങ്. ലെവൽ ഓഫ് പ്രോസസ്സിങ്ങിൽ 3 ലെവലുണ്ട്. സോ ആ 3 ലെവൽ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഇനി അടുത്ത ബെഡലീസ് മോഡൽ ഓഫ് വർക്കിംഗ് മെമ്മറി, അത് ഷോർട്ട് ടേം മെമ്മറിയെക്കുറിച്ച് തന്നെ. സോ അതിൽ 4 കമ്പോണൻസ് ഉണ്ട്. സോ ആ 4 കമ്പോണൻസിൻ്റെ പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക. സോ അത്രയേ ഉള്ളൂ മോഡൽസ് ഓഫ് മെമ്മറി. ഇനി അടുത്ത മെമ്മറിയുടെ തന്നെ 3 സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. 3 രീതിയിലാണ് നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് 3 രീതി ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. ഈ 3 രീതിയിലാണ് മെമ്മറീസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സെൻസറി മെമ്മറി എന്താണെന്ന് വെച്ചാൽ, സെൻസറി മെമ്മറി ഈസ് അഫിലിയേറ്റഡ് വിത്ത് ട്രാൻസ്ഡക്ഷൻ ഓഫ് എനർജി ചേഞ്ച് ഫ്രം വൺ
form of energy to another. The environment makes available a variety of sources of information: light, sound, smell, heat, cold. സെൻസറി മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഡക്ഷനിലൂടെ നടക്കുന്നതാണ്. ട്രാൻസ്ഡക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ സെൻസേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോം ഓഫ് എനർജിയിൽ നിന്ന് മറ്റു ഫോമിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. സോ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസാക്ഷനിലൂടെ നടക്കുന്നതാണ് അല്ലേ. നമുക്ക് കിട്ടുന്ന സെൻസ് ഓർഗൻസിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിന് അതേ ഇൻഫർമേഷനായിട്ടാണല്ലോ പോകുന്നത് അല്ലേ. സോ അങ്ങനെ കൺവേർട്ട് ചെയ്ത് വേറൊരു എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവുന്ന ഒരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. സെൻസറി മെമ്മറി വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലീറ്റിംഗ് മെമ്മറി. സെൻസറി മെമ്മറി ഓൾസോ അറിയപ്പെടുന്ന ഫ്ലീറ്റിംഗ് മെമ്മറി എന്നും സെൻസറി മെമ്മറി അറിയപ്പെടും. സംടൈംസ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ. സോ ചില സമയങ്ങളിൽ ഈ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ പെർസെപ്ഷൻ്റെ പ്രോസസ്സുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് എ റെക്കോർഡ് ഓഫ് അവർ പെർസെപ്റ്റ് ഫോർ എ വെരി ബ്രീഫ് പീരിയഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ഹിയർ ദാറ്റ് അവർ സെൻസറി രജിസ്റ്റർ വർക്ക് ആസ് എ memory system. The information from the environment first reaches sensory memory, and if required attention is given to the information, it moves to the other memory system. It can store information only for 200 to 500 milliseconds. സെൻസറി മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ കിട്ടുന്നത്. സോ ഇത് മോർ ഓവർ ഇത് പെർസെപ്ഷനുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇനി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മുടെ സെൻസറി മെമ്മറിയിൽ നിന്ന് അടുത്ത മെമ്മറിയിലോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? അതിന് നമ്മുടെ അറ്റൻഷൻ ആവശ്യമാണ്. ചില സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു കയ്യിൽ മുറിഞ്ഞത് നമുക്ക് അറിയത്തില്ലായിരിക്കും അല്ലേ. ചിലപ്പോൾ കൈ മുറിഞ്ഞിരിക്കുന്നതാണ്, പക്ഷെ നമ്മളത് നമ്മുടെ അറ്റൻഷനിലോട്ട് അത് എത്തിയിട്ടില്ല. സോ അപ്പം അത് നമ്മുടെ സെൻസറി മെമ്മറീസ് അത് അറ്റൻഷനിലോട്ട് അത് അടുത്ത ഷോർട്ട് ടൈം മെമ്മറിയിലോട്ട് അത് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു അറ്റൻഷൻ നടക്കണം. എന്നാലേ അത് അടുത്ത ഇതിലോട്ട് ഷോർട്ട് ടൈം മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യത്തുള്ളൂ. ഇനി സെൻസറി മെമ്മറിയിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് 200 to 500 milliseconds മാത്രമായിരിക്കും. ഇനി വിഷ്വൽ സെൻസറി മെമ്മറിയെ നമ്മൾ പറയപ്പെടുന്നത് ഐക്കോണിക്. വിഷ്വൽ കാഴ്ചയിലൂടെ കിട്ടുന്ന മെമ്മറിയെ പറയുന്നത് ഐക്കോണിക് മെമ്മറി എന്നാണ്. ഇനി ഈ ഐക്കോണിക് മെമ്മറി വാസ് ഫസ്റ്റ് സ്റ്റഡീഡ് ബൈ ദ സൈക്കോളജിസ്റ്റ്. ഈ ഐക്കോണിക് മെമ്മറിയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനങ്ങൾ നടത്തിയത് ജോർജസ് ബെർലിൻ 1960 ആണ്. മെർലിൻ അല്ല, സ്പെർലിംഗ് ആണ്. SPERLING ആണ്. സോ ഞാൻ തിരുത്തിയിട്ടേക്കാം. ജോർജ് സ്പെർലിംഗ് ആണ് 1960. Psychologists have argued that there is a visual sensory memory, an auditory sensory memory, an olfactory smell sensory memory, a gustatory sensory memory, and tactile sensory memory. സോ ഇനി എന്തൊക്കെയുണ്ട് സെൻസ് ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ. വിഷ്വൽ സെൻസറി ആകുമ്പോൾ അത് ഐക്കോണിക് മെമ്മറി ഉണ്ടാകുന്നു. ഓഡിറ്ററി ആകുമ്പോൾ കേൾവിയിലൂടെ, ഓൾഫാക്ടറി ആകുമ്പോൾ ചില മണങ്ങളെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ. സോ നമ്മൾ മെമ്മറിയിൽ സ്മെല്ലും വരാം, ഗസ്റ്റേറ്ററി ടേസ്റ്റ് രുചി അറിയാം, സെൻസറി മെമ്മറി ആൻഡ് ടാക്ടൈൽ ടച്ച് വരാം. സോ ഇത്രയും സെൻസറി മെമ്മറിയിൽ വരുന്നതാണ്. ഇനി എ ബൾക്ക് ഓഫ് ലിറ്ററേച്ചർ ഈസ് അവൈലബിൾ ഓൺ ഐക്കോണിക് സെൻസറി, ദ മെമ്മറി ഫോർ വിഷ്വൽ ഇൻപുട്ട്സ് ആൻഡ് ഇനി എക്കോയിക് സെൻസറി മെമ്മറി എന്ന് പറയുന്നത് മെമ്മറി ഓഫ് ഓഡിറ്ററി ഇൻപുട്ട്സ് ആണ്. ഓഡിറ്ററി ഇൻപുട്ട്സ് നമുക്ക് അകത്തോട്ട് കേൾക്കുന്ന ചെവിയിലൂടെ കേൾക്കുന്ന മെമ്മറീസിനെയാണ് നമ്മൾ എക്കോയിക് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഇനി ജോർജ് സ്പെർലിംഗ് ആണ് ഐക്കോണിക് മെമ്മറി ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയത്. അതുപോലെ സെൻസറി മെമ്മറിയെക്കുറിച്ച് ഒരുപാട് എക്സ്പീരിമെൻറ്റ്സ് നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ജോർജ് സ്പെർലിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. നമ്മുടെ ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റിമുലേഷൻ ഏതാണ്? ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ആണ്. ദ ബോഡി ഹാസ് സ്പെഷ്യൽ സെൻസറി റിസപ്റ്റർ സെൽ ദാറ്റ് ട്രാൻസ്ഡ്യൂസ് ദിസ് എക്സ്റ്റേണൽ എനർജി ടു സംതിങ് ദ ബ്രെയിൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഡക്ഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മെമ്മറി ഈസ് ക്രിയേറ്റഡ്. ദിസ് മെമ്മറി ഈസ് വെരി ഷോർട്ട്, ലെസ് ദാൻ ഹാഫ് സെക്കൻഡ് ഫോർ വിഷൻ, അബൌട്ട് 3 seconds ഫോർ ഹിയറിംഗ്. സോ ഹാഫ് സെക്കൻഡ് വിഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അത് ഹാഫ് സെക്കൻഡിൽ താഴെ ആയിരിക്കും. ഹിയറിംഗ് ആണെങ്കിൽ 3 seconds താഴെ ആയിരിക്കും. ഇനി അടുത്ത ഷോർട്ട് ടേം മെമ്മറിയാണ്. ഷോർട്ട് ടേം മെമ്മറി
or working memory or active memory. Individuals are more likely to pay attention to a stimulus if it has an interesting feature. Second, individuals are more likely to pay attention if the stimulus activates a known pattern. So short term memory എന്ന് പറയുന്നത് നമുക്കത് സൂക്ഷിച്ച് നമ്മളെ മെമ്മറിയിലോട്ട് വരണമെങ്കിൽ അവിടെ എന്ത് വേണം, ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്, നമ്മൾ ആ ഒരു ഇൻഫർമേഷനിലോട്ട് അറ്റൻഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ ആ സ്റ്റിമുലസിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ അത് ഇതെന്ത് ചെയ്യണം, സ്റ്റിമുലസ് ആക്ടിവേറ്റ് ചെയ്യണം. സോ അങ്ങനെ ഒരു കാര്യം മാത്രമായിരിക്കും നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് പോകുന്നത്. Example, in where you park your car in this morning, what you had for lunch yesterday, and remembering details from a book that you read a few days ago. So ഇവിടെ നിങ്ങൾ കാർ രാവിലെ എവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്, സോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്താ കഴിച്ചിരുന്നത്, ഇന്നലെ എന്താ കഴിച്ചത്, അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പ് വായിച്ചൊരു ബുക്കിലെ കണ്ടൻറ് എന്താണ്. സോ ഇതൊക്കെ ഞങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്ന അവിടെ ആയിരിക്കും ഷോർട്ട് ടേം മെമ്മറിയിലായി. നിങ്ങൾക്ക് അവിടെ ഒരു അറ്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ വായിച്ച പാറ്റേണിൽ ആ പാറ്റേൺ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കും. Short term memory, after entering sensory memory, a limited amount of information is transformed into short term. ഈ സെൻസറി മെമ്മറിയിൽ എൻ്റർ ചെയ്ത ഇൻഫർമേഷൻ അവിടെ നിന്ന് എന്ത് ചെയ്യും, കുറച്ച് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇസ് ട്രാൻസ്ഫർ ടു, അവിടെ നിന്ന് സെൻസറി മെമ്മറിയിൽ നിന്ന് ഉള്ള ഇൻഫർമേഷൻ കുറച്ച് എങ്ങോട്ട് മാറും, ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകും. സെലക്റ്റീവ് അറ്റൻഷൻ ഡിറ്റർമിൻസ് വാട്ട് ഇൻഫർമേഷൻ മൂവ് ഫ്രം സെൻസറി ടു ഷോർട്ട് ടേം. സോ ഇനി സെൻസറിയിൽ നിന്ന് എല്ലാം ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് പോകുമോ? ഇല്ല. സെലക്ട് ചെയ്യും, നമുക്ക് അറ്റൻഷൻ ഉള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, സെലക്റ്റീവ് അറ്റൻഷനാണ് എന്തിനാ ഡിറ്റർമിൻ ചെയ്യുന്നത്, എന്ത് ഇൻഫർമേഷൻ ഷോർട്ട് ടേമിലോട്ട് പോകണമെന്ന് നമ്മുടെ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് അത് പോകുന്നത്. Short term memory is most often stored as sound, especially in recalling words, but may be stored as images. So ഇനി ഏതൊക്കെ രീതിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം, ചിലപ്പോൾ അത് സൗണ്ടായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാർ സംസാരിക്കുന്നത് കണക്ക് തന്നെ നമുക്ക് തോന്നും അല്ലേ. അതുപോലെ ചിലപ്പം റീകോളിംഗ് ആയിരിക്കും, ചില മെസ്സേജസ് വായിക്കുമ്പോൾ നമ്മൾ അവർ പറയുന്നതായിട്ട് തന്നെ നമുക്കൊക്കെ തോന്നാറുണ്ട് അല്ലേ. സോ അപ്പോൾ അവരുടെ സൗണ്ട് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർഡാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അവർ വായിക്കുന്ന മെസ്സേജ് വായിക്കുമ്പോൾ ആ ഒരു സൗണ്ട് വരുന്നത്. പിന്നെ എക്സ്പെഷ്യലി ഇൻ റീകോളിംഗ് വേർഡ്സ്, ബട്ട് മേ ബി പിന്നെ എന്ത് ചെയ്യാം, ഇമേജസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത്രയുള്ളൂ ഷോർട്ട് ടേം മെമ്മറി. ഇനി അടുത്ത ലോങ് ടേം മെമ്മറിയാണ്. ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് ദിസ് ഇസ് റിലേറ്റീവ്ലി പെർമനൻറ്റ് സ്റ്റോറേജ്. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അടുത്ത ഏതാണ്, ലോങ് ടേമിലോട്ടാണ് പോണത്. എന്താണ്, പെർമനൻറ്റ് മെമ്മറിയാണ്. സ്ഥിരമായിട്ട് അവിടെ ആ ഒരു മെമ്മറി നിങ്ങൾക്ക് കാണും. റിലേറ്റീവ്ലി പെർമനൻറ്റ് സ്റ്റോറേജ്, ഇൻഫർമേഷൻ ഇസ് സ്റ്റോർഡ് ഓൺ ദ ബേസിസ് ഓഫ് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. സോ ഇനി ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, അതിനൊരു മീനിങ് കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലോങ് ടേം മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതിനൊരു അസോസിയേഷൻ കാണുമല്ലേ, എന്തെങ്കിലും ഒരു റിലേഷൻ കാണും, നമ്മളുമായിട്ടോ നമ്മുടെ ആറ്റിറ്റ്യൂഡുമായിട്ടോ നമ്മുടെ എന്തെങ്കിലും ഒരു ഇതുമായിട്ടുള്ളൊരു അസോസിയേഷൻ കാണും. So the process of transferring information from short-term memory to long-term involves the encoding or consolidation of information. ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം, എൻകോഡിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ കൺസോളിഡേഷൻ ആവശ്യമാണ്. ദിസ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടൈം, ദാറ്റ് ഇറ്റ് ഈസ് ദ ലോങ്ങർ എ മെമ്മറി സ്റ്റേഡ് ഇൻ ഷോർട്ട് ടേം മെമ്മറി ദ മോർ ലൈക്ലി ഇറ്റ് വാസ് ടു ബി പ്ലേസ്ഡ് ഇൻ ടു ലോങ് ടേം. സോ ഇത് ഒരു സമയത്തിൻ്റെ മാറ്ററാണല്ലേ. ഇവിടെ എന്ന് പറയുന്നത് ഒരു മെമ്മറി ലോങ് ടൈമിലോട്ട് പോകണമെങ്കിൽ അവിടെ ഷോർട്ട് ടേം മെമ്മറിയിൽ അതൊക്കെ ഒരുപാട് കാലം അത് ഇങ്ങനെ നിൽക്കണം. നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാലം ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, പിന്നീട് എത്ര വർഷം കഴിഞ്ഞാലും അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ അത് പതിയും. അപ്പോൾ ലോങ് ടൈം മെമ്മറിയിൽ എത്രത്തോളം അത് നിൽക്കുന്നുണ്ടോ, ആ മെമ്മറി നിൽക്കുന്നുണ്ടോ, അത്രയും അവിടെ എന്ത് ചെയ്യും, അതിനെ ലോങ് ടൈം മെമ്മറിയിലോട്ട് കൊണ്ടുപോകും. In this process of organization, the meaningfulness or emotional content of an item may play a greater role in its retention into long-term memory. So, ഈ ഒരു ഓർഗനൈസേഷനിൽ മീനിങ്ഫുൾനെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ടുള്ള മീനിങ്ഫുൾനെസ് അല്ലെങ്കിൽ ഇമോഷണൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഐറ്റം എന്ത് ചെയ്യും, പെട്ടെന്ന് ലോങ് ടേം മെമ്മറിയിലോട്ട് റീകോൾ ചെയ്ത് വരും. We must find way to make learning relevant and meaningful enough for the learner to make the
ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ടു ലോങ് ടേം മെമ്മറി. സോ ഒരു കുട്ടിയെ നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ അവൻ്റെ ഷോർട്ട് ടേം മെമ്മറിയിൽ അതിന് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അവിടെ റിഹേഴ്സ് ചെയ്തിരിക്കണം. സോ അതിൽ നിന്ന് അവിടെ എങ്ങോട്ട് പോകത്തുള്ളൂ, ലോങ് ടേം മെമ്മറിയിലോട്ട് പോകും. അത് നമ്മളിനി മെമ്മറി ടെക്നിക്സ് ഒക്കെ ഇനി പറയും. സോ അന്നേരം അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇത്രയേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് വൺ, ദ ഫാക്കൽറ്റി ഓഫ് എൻകോഡിംഗ് സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ഇൻഫർമേഷൻ ഇസ് കോൾഡ്. സോ ഓപ്ഷൻ സി ആണ് മെമ്മറി. സെക്കൻഡ് വൺ, ഡാഷ് ഇസ് ദ ഇനിഷ്യൽ ലേണിംഗ് ഓഫ് ഇൻഫർമേഷൻ. സോ എൻകോഡിംഗ് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ എ. ഇൻപുട്ടിംഗ് സൗണ്ട് ഓർ സ്പോക്കൺ വേർഡ് ഇൻ ടു മെമ്മറി ഇസ് കോൾഡ്. സോ അക്കോസ്റ്റിക് ആണ്. സോ ഓപ്ഷൻ എ. പ്രോസസ്സിംഗ് വിഷ്വൽ സ്റ്റിമുലൈ ഇൻ ഐക്കോണിക് മെമ്മറി ഇസ് കോൾഡ്. സോ ഐക്കോണിക് മെമ്മറി അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റിമുലൈ പ്രോസസ്സ് ചെയ്യുന്നതിന് നമ്മൾ വിഷ്വൽ എൻകോഡിംഗ് എന്നാണ് പറയുന്നത്. ദി പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ടെമ്പറേച്ചർ ആൻഡ് ടെക്സ്ചർ ഇൻഫർമേഷന് പ്രോസസ്സ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ടാക്റ്റൈൽ എൻകോഡിംഗ് എന്നാണ്. സിക്സ്ത് വൺ, പ്രോസസ്സിംഗ് ദ മീനിങ് ഓഫ് കൺസെപ്റ്റ് ആൻഡ് ഡിക്ലറേറ്റീവ് ഇൻഫർമേഷൻ ഇസ് കോൾഡ്. സെമാൻറ്റിക് എൻകോഡിംഗ് ആണ്. മീനിങ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിൻ്റെ മീനിങ് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ഡിക്ലറേറ്റീവ് ഇൻഫർമേഷൻ്റെ പ്രോസസ്സ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് സെമാൻറ്റിക് എൻകോഡിംഗ് എന്നാണ്. വെൻ സംവൺ തിങ്ക് ഓഫ് ഹിസ് ഫേവറേറ്റ് സോങ് ഹി ക്യാൻ ലൈക്ലി സിങ് എലോങ് ലൈൻ ബൈ ലൈൻ, ഇറ്റ് ഈസ് കോൾഡ് അക്വസ്റ്റിക് ആണ്. സോ ഒരു ഫേവറേറ്റ് സോങ് ചിന്തിക്കുന്ന സമയത്ത് അയാൾക്ക് ആ ലൈൻ കൂടെ പാടാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, അക്വസ്റ്റിക് ആണ്. അക്വസ്റ്റിക് മെമ്മറി ഉള്ളതുകൊണ്ടാണ്. ഇത് ഫൈനൽ സ്റ്റേജ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് റിട്രീവൽ ആണ്. ഇനി ഷോർട്ട് ടേം മെമ്മറി ഈസ് ഓൾസോ കോൾഡ്. സോ വർക്കിംഗ് മെമ്മറിയാണ്. സോ ഓപ്ഷൻ എ. വർക്കിംഗ് മെമ്മറി അല്ല ആക്റ്റീവ് മെമ്മറി എന്നും പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറി ഈസ് എ ലൈഫ് ടൈം മെമ്മറി. ലൈഫ് ടൈം മെമ്മറി എന്ന് പറയുന്നത് ലോങ് ടേം മെമ്മറി, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ലൈഫ് ലോങ് മെമ്മറി എന്ന് പറയുന്നത് ലോങ് ടേം മെമ്മറിയാണ്. ഇത് ഡ്യൂറേഷൻ ഓഫ് സെൻസറി മെമ്മറി ലെസ് ദാൻ എ മിനിറ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾസോ കോൾഡ് ആക്റ്റീവ് മെമ്മറി. ആക്റ്റീവ് മെമ്മറി എന്നറിയപ്പെടുന്നതും ഷോർട്ട് ടേം ആണ്. ഇനി ഹൗ മെനി പ്ലെയേഴ്സ് ആർ ദർ ഇൻ എ ഫുട്ബോൾ ടീം ടു ആൻസർ ദിസ് യു നീഡ്. സോ ഓപ്ഷൻ ബി സെമാൻറ്റിക് മെമ്മറിയാണ്. ദിസ് മോഡൽ ഓഫ് മെമ്മറി ഇൻഫ്ലുവൻസ്ഡ് ബൈ വർക്കിംഗ് ഓഫ് കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കിംഗ് മോഡൽ മെമ്മറി എന്ന് പറയുന്നത് മൊഡാൽ മോഡലാണ്. ലെവൽ ഓഫ് പ്രോസസ്സിംഗ് അല്ല, ബഡലീസ് മോഡലും അല്ല. 15 ഡാഷ് മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലീറ്റിംഗ് മെമ്മറി. ഫ്ലീറ്റിംഗ് മെമ്മറി എന്നറിയപ്പെടുന്നത് സെൻസറി മെമ്മറിയാണ്. സോ ഓപ്ഷൻ എ ആണ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ ലാംഗ്വേജസ് ഈസ് ഫണംസ് ആണ്. സോ ഓപ്ഷൻ എ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. 17, ദ സ്റ്റഡി ഓഫ് ബേസിക് സൗണ്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എനി ലാംഗ്വേജ് ഫ്രം ഇസ് കോൾഡ്. സോ അത് ഫോണോളജിയാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു അതും. ഇറ്റ് ഡാഷ് ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. സ്കീമാസ് ആണ്. സോറി, ആ ക്വസ്റ്റ്യൻ ആവശ്യമില്ലായിരുന്നു. 19, ഡാഷ് പെർമനൻറ്റ് സ്റ്റോറേജ് ഓഫ് മെമ്മറി. പെർമനൻറ്റ് സ്റ്റോറേജ് ഓഫ് മെമ്മറി എന്നറിയപ്പെടുന്നത് ലോങ് ടേം ആണ്. 20, അക്കോർഡിംഗ് ടു ബഡ്ലീസ് മോഡൽ ഓഫ് വർക്കിംഗ് മെമ്മറി സ്റ്റേജസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറിംഗ് വെർബൽ ആൻഡ് ഓഡിറ്ററി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബഡ്ലീസ് മോഡൽ ഓഫ് വർക്കിംഗ് മെമ്മറിയിൽ പറയുന്ന സ്റ്റേജ് അത് ഫോണോളജിക്കൽ ലൂപ്പാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.